കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 30 ശ്ലോകം 34 ചെയ്തു. ഭഗവാൻ ജര എന്നുള്ള വേടനെ സമാധാനിപ്പിച്ചു. ദുഃഖിച്ച് കാൽക്കൽ വീണൂലോ, അവനവൻ അമ്പെയ്തു വെച്ചിട്ടേ. എന്നിട്ട് പിന്നെ ജര എന്നുള്ള വേടനെ അനുഗ്രഹിച്ച് ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ആ വേടൻ ഭഗവാനെ നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്വർഗത്തു നിന്ന് വന്ന വിമാനത്തിലേറിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ദാരുകൻ അപ്പോഴേക്കും ഭഗവാനെ അന്വേഷിച്ച് അവിടെ എത്തണതൊക്കെ അതാണ്. അപ്പോൾ തുളസിയുടെ മണം കേട്ടിട്ടാണ് അങ്ങോട്ട് വന്നതേ. അപ്പോഴോ അവിടെ ആയുധങ്ങളൊക്കെ ധരിച്ച് ചതുർഭുജ വിഷ്ണുവായിട്ട് ഭഗവാനെ കണ്ടു. അതാണ് നമ്മൾ ആ ഭഗവാന്റെ വർണ്ണനയാണ് നമ്മൾ വായിച്ചത് അല്ലേ. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സ്വരൂപം വർണ്ണിച്ചതാണ് നമ്മളെ പറഞ്ഞു നിർത്തിയത് അല്ലേ. 34 ചതുർഭുജം അല്ലേ, ആ ചതുർബാഹുവും പുരുഷോത്തമനുമായിട്ടുള്ള ആ ഭഗവാനെ കണ്ടിട്ട് പിന്നെ എന്താണ് അല്ലല്ല ഇത് നമ്മൾ നിർത്തിയത് ഈ വേടൻ്റെ പറഞ്ഞിട്ടാണല്ലോ 34 അല്ലേ. പിന്നെ അതായത് അടുത്ത് വന്നപ്പോഴാണ് ഈ ജര എന്നുള്ള വേടന് മനസ്സിലായത് ഇത് ഭഗവാനെയാണ് താൻ അമ്പെയ്തെന്ന്. അപ്പോൾ പേടിയും ദുഃഖവും കൊണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനി വേടൻ്റെ വാക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഭഗവാൻ പറഞ്ഞയക്കും. അങ്ങനെയാണല്ലോ ഉണ്ടായത്. അത് അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പം 35 വായിക്കാം കേട്ടോ. അജാനതാകൃതമിദം പാപേന മധുസൂദന ക്ഷന്തുമർഹസി പാപസ്യ ഉത്തമ ശ്ലോകമേനഖ. എന്താണ് ഈ വേടൻ പറഞ്ഞത്? മധുസൂദന, ഹേ ഭഗവാനെ, പാപേന പാപിയും അജാനത അറിവില്ലാത്തവനുമായ എന്നാൽ ഇതം കൃതം ചെയ്തപ്പെട്ട ഈ അബദ്ധം അനഘ, ഹേ പാപമില്ലാത്ത ഭഗവാനെ, ഉത്തമ ശ്ലോക ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഭഗവാനെ, പാപസ്യ മേ, അതായത് ഉത്തമ കീർത്തിയുള്ളവനെന്ന്, പാപസ്യ മേ, പാപിയായി എൻ്റെ കുറ്റം ക്ഷന്തുമർഹസി, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ചെയ്തു കഴിഞ്ഞൂലോ, ഭഗവാന്റെ മേലിക്ക് അമ്പെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ഷമിക്കണേന്ന് പറയാനല്ലേ പറ്റുള്ളൂ. എന്നിട്ട് പറഞ്ഞു അല്ലേ, നിർമ്മലമൂർത്തേ മധുസൂദന, ഉത്തമ ശ്ലോക, പാപിയായിട്ടുള്ള ഇവൻ അറിയാതെ ചെയ്ത ഈ തെറ്റ് ക്ഷമിച്ച് അരുളണേ എന്ന് പറഞ്ഞു. ഇനി അജാനത അറിയാതെ കൃതമിതം ചെയ്ത പാപേന മധുസൂദന ക്ഷന്തുമർഹസി, ഞാൻ പിന്നെ എന്താണ് ദയ അർഹിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് എനിക്ക് മാപ്പ് അർഹിക്കുന്നു. പാപസ്യ ഉത്തമ ശ്ലോകമേനഖ. ഇനി 36 യസ്യാനുസ്മരണം നൃണാം അജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യ തേ വിഷ്ണു മയാ സാധുകൃതം വിഭോ. 36 വിഷ്ണു സർവവ്യാപിയായിട്ടുള്ള പ്രഭോ, ഹേ പ്രഭുവായിട്ടുള്ള ഭഗവാനെ, യസ്യ ആരുടെ അനുസ്മരണം, ആരെ അനുസ്മരിച്ചാൽ, അതായത് ഏത് ഭഗവാനെ അനുസ്മരിച്ചാൽ, നൃണാം മനുഷ്യന്മാരുടെ അജ്ഞാനദ്വന്ദ്വനാശനം, അജ്ഞാനം നീക്കപ്പെടുന്നു അല്ലെങ്കിൽ അജ്ഞാനം നശിക്കപ്പെടുന്നു, വദന്തി പറയുന്നുവോ, തസ്യതേ ആ അപ്രകാരമുള്ള അങ്ങ്, മയാ അസാധുകൃതം എന്നാൽ ചെയ്യപ്പെട്ട ഈ അപരാധം, ഞാൻ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഞാൻ ഈ അപരാധം ചെയ്തതെന്ന് പറയുകയാണ്. അത് അത്രയ്ക്ക് വിഷമായി. എന്താ പറയണത്? അങ്ങയെ ആരാണ് സ്മരിക്കണ അവരുടെ അജ്ഞാനം എല്ലാം അകന്നു പോവും എന്ന് അറിവുള്ളവരൊക്കെ പറയണു. അങ്ങനെ എല്ലാവരും അങ്ങയെ സ്മരിക്കുന്നവരുടെ അജ്ഞാനത്തെ നീക്കുന്ന അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ ഈ വിധം ഇങ്ങനൊരു തെറ്റ് ഞാൻ അങ്ങയോട് ചെയ്യാൻ ഇടയായല്ലോ, ദുഃഖിക്കുകയാണ്. യസ്യാനുസ്മരണം നൃണാം അജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യതേ. വദന്തി പറയണു, ആരെ വിവേകമുള്ളവരൊക്കെ പറയണു, അങ്ങേ സ്മരിച്ചാൽ എല്ലാ അജ്ഞാനത്തിനും നാശം ഉണ്ടാവും. അജ്ഞാനത്തെ അജ്ഞാനമാകുന്ന
ഇരുട്ടിനെ നശിപ്പിക്കുന്നു അങ്ങയുടെ സ്മരണം എന്ന് പറയണു. അങ്ങനെയുള്ള ഭഗവാനെയാണല്ലോ ഞാനിപ്പോൾ ഭഗവാനോടാണല്ലോ ഞാനിപ്പോൾ ഈ വല്ലാത്ത അപരാധം ചെയ്തത്. യസ്യാനുസ്മരണം നൃണാം അജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യ മേ വിഷ്ണു മയാ സാധുകൃതം വിഭോ തന്മാശു ജഹി വൈകുണ്ഠാപാപ്മാനം മൃഗലുബ്ധകം യഥാ പുനരഹം ത്വേവം ന കുര്യാം സദതിക്രമം. അതുകൊണ്ട് വൈകുണ്ഠപ്രഭോ, ഹേ കൃഷ്ണ, മൃഗലുബ്ധകം, മൃഗങ്ങളെ കൊന്ന് ജീവിക്കുന്നവനും അല്ലേ വേടന്മാരെ, പാപ്മാനം പാപിയുമായ എന്നെ ആശു വേഗം ജഹി കൊല്ലുക. ഞാൻ അങ്ങയുടെ കൈകൊണ്ട് മരണപ്പെടട്ടെ, എനിക്ക് അങ്ങയുടെ കൈകൊണ്ട് മരണം നൽകൂ, ഞാൻ പാപിയാണ്. യഥ അപ്രകാരമായാൽ അഹം ഞാൻ പുനഃ വീണ്ടും ഏവം ഇപ്രകാരം സദതിക്രമം ഇങ്ങനെ നല്ല ജനങ്ങളെ ഉപദ്രവിക്കുക എന്ന ഒരു ഉദ്യമത്തിൽ നിന്ന് ന കുര്യാം ചെയ്യാതിരിക്കുമല്ലോ. പാവം എന്താ ഈ വേടൻ പറഞ്ഞറിയോ, ഹേ ഭഗവാൻ, അതുകൊണ്ട് ഇനിയും എനിക്ക് ഇങ്ങനെ സജ്ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു ബുദ്ധി കിട്ടാനായിട്ട് ഈ വേടനായിട്ടുള്ള എന്നെ, പാപിയും വേടനുമായിട്ടുള്ള എന്നെ വേഗം അങ്ങയുടെ കൈകൊണ്ട് നിഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. എന്നെ കൊല്ലൂ, അങ്ങയുടെ കൈകൊണ്ട് മരിച്ച ഇനിയുള്ള ജന്മത്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ചീത്ത ബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന്. തയാശു ജഹി വൈകുണ്ഠ പാപ്മാനം മൃഗലുബ്ധകം, മൃഗങ്ങളെ കൊന്ന് ജീവിക്കുന്ന ആളാണല്ലോ. യഥാ പുനരഹം ത്വേവം ന കുര്യാം സദതിക്രമം, എനിക്കിതുപോലത്തെ അതിക്രമം ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ നിഗ്രഹിച്ചാലും. 38 യസ്യ ആത്മയോഗരചിതം ന വിദുർവിരിഞ്ചോ രുദ്രാദയോസ്യ തനയാഹ പതയോ ഗിരാം യേ ത്വന്മായയാ പിഹിതദൃഷ്ടയ ഏതദഞ്ജഃ കിം തസ്യ തേ വയമസദ്ഗതയോ ഗൃണീമഃ. 38 യസ്യ, ആരുടെ ആത്മയോഗരചിതം, ആരുടെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതിനെ, വിരിഞ്ച മീൻസ് ബ്രഹ്മദേവനും, അസ്യ തനയ ആ ബ്രഹ്മദേവൻ്റെ മക്കളായ രുദ്രനും യേ ഗിരാംപതയ വേദദൃഷ്ടാക്കന്മാരായ വലിയ വലിയ മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാരും ഉണ്ടോ, അവരും ത്വന്മായ അങ്ങയുടെ മായയാൽ വിഹിതദൃഷ്ടയ, അതായത് മായയാൽ കണ്ണ് ദൃഷ്ടി മറയ്ക്കപ്പെട്ടവരായി. കാരണം അവരൊക്കെ ബ്രഹ്മാവടക്കം മായാമോഹിതരാവണമെന്ന്. ന വിധു, അറിഞ്ഞില്ലയോ, അങ്ങയുടെ ആ മായയുടെ ശക്തി അവർക്ക് പോലും അറിയില്ല. തസ്യതേ, അപ്രകാരമായ അങ്ങയുടെ ഈ ബ്രാഹ്മണ ശാപത്തിനെ അസദ്ഗതയ വയം, പാപയോനികളായ ഞങ്ങൾ, അഞ്ജഹ നേരിൽ, കിം ഗൃണീത എങ്ങനെ വർണ്ണിക്കും. അപ്പോൾ പിന്നെ എന്താ പറയണേ, എന്താ പറയുക, വേടൻ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള സനകാദികൾ എന്നുള്ള മഹർഷിമാർ, ബ്രഹ്മാവിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ട രുദ്രൻ, പിന്നെ വലിയ ഭഗവാൻ, അതായത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ, ഇവരെല്ലാം ഭഗവാന്റെ മായാമോഹിതരായിട്ട് ഭഗവാന്റെ മഹത്വവും ഭഗവത് തത്വവും മുഴുവൻ അറിയാൻ സാധിക്കുന്നില്ലയോ. ആ ഭഗവാന് ബ്രാഹ്മണ ശാപം ഭവിക്കുന്ന എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ അതിന് വർണ്ണിക്കും? അങ്ങയ്ക്കൊരു ബ്രാഹ്മണ ശാപം ലഭിക്കുക അങ്ങനെ ഉണ്ടാവുമോ? അങ്ങ് ബ്രാഹ്മണ ശാപത്തിനൊന്നും അധീനനല്ല. കാരണം അത്ര മായയ്ക്കതീതനായിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ബ്രഹ്മാവടക്കം രുദ്രനടക്കമുള്ളവരെയും കൂടി മായാമോഹിതനാക്കുന്ന അങ്ങയ്ക്ക് ബ്രാഹ്മണ ശാപമൊക്കെ ഫലിക്കുമോ? അതിനെയൊക്കെ ഞങ്ങളെങ്ങനെ വർണ്ണിക്കും? എങ്ങനെ, അല്ലെങ്കിൽ ആ ബ്രാഹ്മണ ശാപം കൊണ്ടാണ് അങ്ങയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഉള്ളതിന് എന്ത് എക്സ്പ്ലനേഷനാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നാണ് പറയണത്. ശരിയല്ലേ? എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കും? കാരണം ഈ മായാതീതനാണ് ഭഗവാനെ, അല്ലേ? അതായത് അവിടുത്തെ യോഗമായ വൈഭവം ബ്രഹ്മാവിനോ
ബ്രഹ്മാവിൻ്റെ മക്കളായിട്ടുള്ള വലിയ വലിയ ഋഷിമാർക്കോ ബ്രഹ്മാവിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ട രുദ്രനോ ബാക്കി ആർക്കും തന്നെയോ അറിയാൻ കഴിയില്ല. കാരണം അവരൊക്കെ അങ്ങയുടെ മായയാൽ മോഹിതരാണ്. അപ്പം പിന്നെ ഈ പാപാത്മാക്കളായ ഞങ്ങൾക്ക് അങ്ങക്ക് ഈ ശാപം ഫലിച്ചു എന്നുള്ള ആ കാര്യമൊക്കെ ഞങ്ങളതിന് എന്ത് എക്സ്പ്ലനേഷനാണ് തരിക, അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെയാണ് വർണ്ണിക്കുക ചോദിക്കുകയാണ്. ഇനി ഭഗവാൻ ജരോട് മറുപടി പറയുകയാണ് വേടനോട്. ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതാണ്, എൻ്റെ സങ്കല്പം കൊണ്ടാണ് നടന്നത്. എൻ്റെ സങ്കല്പമല്ലാതെ ഒന്നും നടക്കില്ല ഇവിടെ എന്ന് അർത്ഥം അല്ലേ. ഇനി യസ്യ ആത്മയോഗരചിതം ന വിദുർവിരിഞ്ചോ രുദ്രാദയോസ്യ തനയാഹ പതയോ ഗിരാം യേ ത്വന്മായയാ പിഹിതദൃഷ്ടയ ഏതദഞ്ജഹ കിം തസ്യ തേ വയമസദ്ഗത യോ ഗൃണീമഹ. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് ശ്രീ ഭഗവാനുവാച 39. മാ മൈർജരേ ത്വമുത്തിഷ്ഠ കാമ ഏഷ കൃതോ ഹി മേ യാഹി ത്വം മദനുജ്ഞാത സ്വർഗം സുകൃതിനാം പദം. എന്താ ഭഗവാന്റെ കാരുണ്യം നോക്കിക്കോളൂ. എന്താ പറയണേ? ജരേ, ഹേ ജര, ഏടൻ്റെ പേരാണ്. ഹേ ജരേ ത്വം മാം ഭൈഹി, നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട. ഉത്തിഷ്ഠ, നീക്കൂ. ഇവിടെ നമസ്കരിച്ച് കിടക്കുകയാണ്. മേ കാമ, എൻ്റെ ആഗ്രഹം. ഏഷഹ കൃത, ഇന്ന് നീ ശരിക്കും പറയാച്ച എൻ്റെ സങ്കല്പം നിറവേറ്റുക ചെയ്ത. ഇതെൻ്റെ ആഗ്രഹമാണ്. നിൻ്റെ അമ്പോണ്ട് ഞാൻ എൻ്റെ ദേഹം ഉപേക്ഷിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഭയക്കണ്ട. ഹി ആകയാൽ മതനുജ്ഞാത, എന്നാൽ അനുവദിക്കപ്പെട്ടവനായി, അതായത് എൻ്റെ അപ്രൂവലോടുകൂടി സുഹൃതിനാം പദം, പുണ്യവാന്മാരുടെ സ്ഥാനമായ സ്വർഗം യാഹി, സ്വർഗത്തെ പ്രാപിച്ചാലും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ജരേ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എൻ്റെ സങ്കല്പം അനുസരിച്ചിട്ടാണ് നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത്. എൻ്റെ സങ്കല്പം സത്യമാക്കാനാണ്. എൻ്റെ സങ്കല്പം ഇവിടെ നടക്കണുള്ളൂ എല്ലാം. ആ സങ്കല്പം സത്യമാക്കാൻ വേണ്ടിയാണ് നീ എങ്ങനെ ഇപ്പം എൻ്റെ മേലേക്ക് അമ്പയച്ചത്. അതുകൊണ്ടൊന്നും നീ പേടിക്കണ്ട. വലിയ പുണ്യശാലികളുടെ സ്ഥലമായ സ്വർഗത്തിലേക്ക് നീ പൊക്കോളൂ. ഞാനിതാ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ. മാ ഭൈർജരേ ത്വമുത്തിഷ്ഠ കാമ ഏഷ കൃതോ ഹി മേ യാഹി ത്വം മദനുജ്ഞാത സ്വർഗം സുകൃതിനാം പദം. 40. ഇത്യാദിഷ്ടോ ഭഗവതാ കൃഷ്ണേനേച്ഛാശരീരിണാം ത്രി പരിക്രമ്യതം തത്വാ വിമാനേന ദിവം യയൗ. ഇച്ഛാശരീരിണ, ഇഷ്ടം പോലെ ശരീരം ധരിച്ചു കൊള്ളുന്ന ഭാഗവത ശ്രീകൃഷ്ണനാൽ, ഭഗവാൻ കൃഷ്ണനാൽ, ഇതി ആദിഷ്ട, ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ആ വേടൻ തം ത്രിഹി പരിക്രമ്യ, ഭഗവാനെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് നത്വ, നമസ്കരിച്ച്, വിമാനേന, അപ്പോഴേക്കൊരു വിമാനം വന്നു സ്വർഗത്തുനിന്ന്, വിമാനത്തിൽ കയറി ദിവം യയോ, സ്വർഗത്തിലേക്ക് പോയി എന്ന്. ഇങ്ങനെ ഭഗവാനാൽ പറയപ്പെട്ടപ്പോൾ ഈ ജര എന്ന വേടൻ താൻ വേഗം നീട്ടുനിന്ന് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഭഗവാനെ നമസ്കരിച്ച് ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്ത ആ വിമാനത്തിൽ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇനി അതായത് ഭഗവാൻ ഇച്ഛ, അത് നമുക്ക് ഇച്ഛാശരീരിണ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ശരീരം എടുക്കേ ത്യജിക്കുകയൊക്കെ ചെയ്യാം ഭഗവാന് ശരീരാഭിമാനമൊന്നുമില്ല. നമ്മളെപ്പോലെ ശരീരം എടുക്കുമ്പോൾ ഞാൻ ശരീരമെന്ന് വിചാരിക്കണേ ഇല്ല ഭഗവാൻ, അല്ലേ? ഭഗവാന് ഇഷ്ടമുള്ള ശരീരം എടുക്കാം. മത്സ്യമായിട്ട് വന്നു, അത് ആവശ്യം കഴിഞ്ഞപ്പോൾ പോയി. കൂർമ്മയായിട്ട് വന്നു, വരാഹമായിട്ട് വന്നു, അല്ലേ? ഒക്കെ ഓരോ ആവശ്യത്തിൽ നരസിംഹമായിട്ട് വന്നു. ആ ശരീരത്തിലൊന്നും അദ്ദേഹം, അതായത് ഭഗവാൻ പല അവതാരങ്ങളിലും ശരീരം എടുത്തുവെങ്കിലും ആ അവതാരോദ്ദേശം കഴിഞ്ഞ ഉടനെ അത് ത്യജിച്ച് ഉടനെ സ്വധാമത്തിലേക്ക് മടങ്ങി. വളരെ കുറച്ച് അവതാരങ്ങളിലെ ലീലകളൊക്കെ ആടിയിട്ടുള്ളൂ. പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അങ്ങനത്തെ കുറച്ച്
വാമനൻ, അങ്ങനെ എല്ലാ അവതാരങ്ങളിലും ലീലകളാടാൻ നിന്നിട്ടില്ല. അവതാരോദ്ദേശം എന്താണെന്നനുസരിച്ചിട്ടാണ്. ആ ഉദ്ദേശം കഴിയുന്നവരെ മാത്രം ആ ശരീരം എടുത്തിട്ട് പിന്നെ അത് ഉപേക്ഷിക്കുകയാണ്. അപ്പം ഭഗവാൻ ഇത് വലിയൊരു കാര്യമൊന്നുമല്ലാന്ന്. അതാണ് ഇച്ഛാശരീരനാ പറഞ്ഞ. 41 ദാരുക കൃഷ്ണപദവി മന്വിച്ഛൻ അനുഗമ്യതാം വായും തുളസികാമോദമാഘ്രായാഭിമുഖം യയാ. അപ്പോഴേക്കും ദാരുകൻ വരികയാണ് അവിടെ. 41 അതാണ് ദാരുക. ആരാ ദാരുകൻ? ഭഗവാന്റെ സാരഥി അല്ലേ, എപ്പോഴും ഭഗവാന്റെ തേരോടിക്കുന്ന ആളാണ്. കൃഷ്ണപദവിയും ശ്രീകൃഷ്ണൻ്റെ പദത്തെ തുളസികാമോദം, അതായത് തുളസിയുടെ സുഗന്ധം വായു കൂടെ അനുഭവിച്ചിട്ട് എവിടെയാണെന്ന് തിരഞ്ഞു വന്നതാണ്. ആ തുളസിയുടെ സുഗന്ധം വരുന്ന ദിക്കിലേക്ക് വായു ആഘ്രായ, കാറ്റിനെ മുകർന്ന് താം അധിഗമ്യ, ആ സ്ഥലം അറിഞ്ഞ് അഭിമുഖം യയൗ, അതായത് ഭഗവാന്റെ മുമ്പിൽ എത്തി. ഇപ്പോൾ ദാരുകൻ ഭഗവാനെ കാണാനില്ല, ബലരാമൻ പോയി ഭഗവാനെ കാണാനില്ല. അപ്പോൾ ദാരുകൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഭഗവാനെ അന്വേഷിച്ചിട്ട് തുളസിയുടെ മണമുള്ള വായുവിനെ ഫോളോ ചെയ്തിട്ട്, തുളസിയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്, അവിടുന്ന് വരുന്ന വായുന്ന് ആ വായുവിനെ ഫോളോ ചെയ്ത് വന്നിട്ടാണ് ദാരുകൻ ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചേർന്നത്. ഇനി നമുക്ക് 41 വായിച്ച് 42 പോവാം. ദാരുക കൃഷ്ണപദവി മന്യച്ഛൻ അനുഗമ്യതാം വായും തുളസികാമോദമാഘ്രായാഭിമുഖം യയൗ. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ എത്തി, അഭിമുഖമായിട്ട് ഭഗവാനെ നേരിൽ മുഖത്തോട് മുഖം കണ്ടു. അപ്പോൾ ഇനി 42 തം തത്ര തിഗ്മദ്യുഭിരായുധൈർവൃതം ഹ്യശ്വത്ഥമൂലേ കൃതകേതനം പതിം സ്നേഹപ്ലുതാത്മാ നിപപതേ പാദയോ രഥാദവപ്ലുത്യ സ ബാഷ്പലോചന. പാവം ദാരുകൻ എന്തൊരു വിഷമാണ്. തത്ര, ആ സ്ഥലത്തിൽ, തിഗ്മദ്യുഭി, വലിയ കത്തിയോടുകൂടിയ ആയുധൈവൃതം, ആയുധങ്ങളാൽ ചൂഴപ്പെട്ടവരും അശ്വത്ഥമൂലെ, ആ ആൽവൃക്ഷത്തിനടിയിൽ കൃതകേതനം ഇരിക്കുന്നതുമായ പതിം, തൻ്റെ യജമാനെ കണ്ട് സ്നേഹപ്ലുതാത്മാ സഹ, സ്നേഹം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയ ആ ദാരുകൻ ബാഷ്പലോചന, കണ്ണീരൊഴുക്കിക്കൊണ്ട് രഥാത് അവപ്ലുത്യ, തേരിൽ നിന്നും ഇറങ്ങി, തേരിൽ തന്നെയാണ് വന്നത് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ. പാദയോഹോ, ഭഗവാന്റെ തിരുവടികളിൽ നിപപാത, വീണു, ഭഗവാന്റെ കാലടികളിൽ വീണ് നമസ്കരിച്ചു. അതായത് ആലിൻ്റെ ചോട്ടിൽ ആയുധങ്ങളൊക്കെ ധരിച്ചിട്ട്, അല്ലെങ്കിൽ കൃഷ്ണനാകുമ്പോൾ എപ്പോഴും ഓടക്കോയിൽ മാത്രമേ ഉള്ളൂ, ഒരായുധവും ഇല്ല. പക്ഷെ ഇപ്പം അവിടെ ആലിൻ്റെ ചോട്ടിൽ ചതുർഭുജധാരിയാണ്. ശംഖ ചക്ര ഗദാ പത്മം ധരിച്ച് ആ ആലിൻ്റെ ചോട്ടിൽ ഉരുക്കിയ സ്വർണം പോലെ പ്രഭയോടുകൂടി ഇരിക്കുന്ന ആ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ദാരുകൻ സ്നേഹവിവശനായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണു, അല്ലെങ്കിൽ നമിച്ചു. നിപപാത, വീണു, പാദങ്ങളിൽ ചെന്ന് വീണു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ, നമിച്ചു എന്നു കൂടിയല്ല. അത്രയ്ക്ക് വിഷമം. തം തത്ര ദിഗ്മദ്യുഭിരായുധൈർവൃതം ഹ്യശ്വത്ഥമൂലേ കൃതകേതനം പതിം സ്നേഹപ്ലുതാത്മാ, പാവം സ്നേഹവിവശനായിട്ട് നിപപാത പാദയോരഥാദവപ്ലുത്യ സ ബാഷ്പലോചന, കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് ചെന്ന് വീണു, രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ. ഇനി അപശ്യതസ്ത്വച്ചരണാംബുജം പ്രഭോ ദൃഷ്ടിപ്രനഷ്ടാ തമസി പ്രവിഷ്ടാ ദിശോ ന ജാനേ ന ലഭേ ച ശാന്തിം യഥാ നിശായാ മുടുബേ പ്രനഷ്ടേ. എന്താണ് പിന്നെ ദ്വാരുകൻ പറഞ്ഞത്? ഹേ പ്രഭോ, ത്വച്ചരണാംബുജം, അങ്ങയുടെ ഈ പാതാരവിന്ദങ്ങൾ, അപശ്യത, കാണാത്ത എൻ്റെ ദൃഷ്ടി, കണ്ണുകൾ, തമസി പ്രവിഷ്ട, അയ്യോ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ കാണാത്ത എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. പ്രണഷ്ട, എൻ്റെ എല്ലാ ശക്തിയും ഇതാ ക്ഷയിച്ചു പോണു. പ്രനഷ്ട, നഷ്ടം എൻ്റെ എല്ലാ. നിശായാം, രാത്രിയിൽ. ഉടുബേ പ്രണഷ്ടേ യഥ, ചന്ദ്രൻ മറയുമ്പോൾ എങ്ങനെയാണ് രാത്രി അന്ധകാരാവില്ലേ? കുറച്ചു നേരം നിലാവുണ്ടായി, അത് കഴിഞ്ഞ് ചന്ദ്രൻ അസ്തമിച്ചു. എന്തൊരു ഇരുട്ടാവും, അധികം ഇരുട്ട് തോന്നുമല്ലോ. ഉണ്ടായിട്ടില്ലാതെ ആകുമ്പോൾ അധികം ഇരുട്ട് നമുക്ക് അനുഭവപ്പെടും.
ദിശ എന്ന ജാനെ, എനിക്ക് ദിക്കുകൾ പോലും അറിയുന്നില്ല. ശാന്തിം ച നലഭേ, എനിക്കൊരു ശാന്തിയും ലഭിക്കണില്ലല്ലോ. മനസ്സിന് വളരെ അശാന്തമായിരിക്കുന്നു എൻ്റെ മനസ്സ് എന്ന് പറയണ ഭഗവാനെ. അങ്ങേ കാണാണ്ടായപ്പോൾ എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. എൻ്റെ ഇരുട്ട് കൊണ്ട് മൂടി എൻ്റെ കണ്ണുകൾ. ദിക്കുകളെ ഒന്നും എനിക്ക് അറിയാൻ കഴിയാണ്ടായി. എൻ്റെ മനസ്സിൻ്റെ ശാന്തി മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ചന്ദ്രനില്ലാത്ത രാത്രി പോലെ അന്ധകാരമയമായിരിക്കുന്നു. എൻ്റെ സ്ഥിതി ഇപ്പം അങ്ങനെയാണ് എന്ന് പറഞ്ഞു. പാവം, വല്ലാത്ത ദുഃഖം. രാത്രിയിൽ ചന്ദ്രൻ അസ്തമിച്ചാൽ പിന്നെ എന്താ, കൂരിയിട്ടല്ലേ. അങ്ങേ കാണാത്തോണ്ട് എൻ്റെ ഹൃദയം അങ്ങനെ കൂരിട്ട് നിറഞ്ഞിരിക്കണു എൻ്റെ കണ്ണുകളിലും ഹൃദയത്തിലും. അപശ്യതസ്ത്വച്ചരണാംബുജം പ്രഭോ ദൃഷ്ടി പ്രനഷ്ടാ തമസി പ്രവിഷ്ടാ ദിശോ ന ജാനേ ന ലഭേ ച ശാന്തിം. ശാന്തി ഇല്ല, ദിക്കുകൾ അറിയില്ല. യഥാ നിശായാമുടുപേ പ്രണഷ്ടേ, ചന്ദ്രൻ അസ്തമിച്ച രാത്രിയിൽ അന്ധകാരം പോലെ ആയി എൻ്റെ മനസ്സ് കണ്ണുകളും. ഇതി ബ്രുവതി സൂതേ വൈ രഥോ ഗരുഡലാഞ്ചന ഖമുത്പപാത രാജേന്ദ്ര സാ അശ്വധ്വജ ഉദീക്ഷത. പിന്നൊരത്ഭുതം ഉണ്ടായി. എന്താ അറിയോ? ശുഖബ്രഹ്മർഷി പറയാണ്, ഈ 44 ശുഖബ്രഹ്മർഷി പറയാണ്, എന്താ അറിയോ? രാജേന്ദ്ര, ഹേ പരീക്ഷിത് മഹാരാജാവേ. ഇനി ശുഗൻ പറയാണ്, എന്താ പറയുക, ശുഖബ്രഹ്മർഷി പറയണ, ഹേ പരീക്ഷിത് മഹാരാജാവേ, സൂതേ, ഈ സാരഥിയായിട്ടുള്ള ഈ ദാരുകൻ ഭഗവാന്റെ സാരഥിയാണല്ലോ. ഇതിബ്രുവതി വൈ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ദുഃഖമാവണു, എൻ്റെ മനസ്സിൽ ഇരുട്ട് കയറി, കണ്ണിൽ ഇരുട്ട് കയറി എന്ന് ദാരുകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡലാഞ്ചന രഥ, ഗരുഡൻ്റെ കൊടിയടയാളത്തോടു കൂടിയായിട്ടുള്ള ആ രഥത്തോടു കൂടിയ സ അശ്വധ്വജ, കുതിരയെയും കൊടിയോടും കൂടി ഉദീക്ഷിത, നോക്കി നിൽക്കെ, അതായത് ദാരുകൻ നോക്കി നിൽക്കെ, ഖം ഉത്പപാത, ആകാശത്തിലേക്ക് അങ്ങോട്ട് പോയി ആ രഥം. അതാ ഈ ദേവേന്ദ്രൻ ഈ സ്വർഗത്തിൽ നിന്ന് അയച്ച രഥമാണ്. അപ്പോൾ ഇപ്പം ആവശ്യം കഴിഞ്ഞപ്പോൾ രഥം തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ ദാരുകൻ പറഞ്ഞും കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഹേ പരീക്ഷിത് മഹാരാജാവേ, അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ ഗരുഡൻ്റെ ചിത്രത്തോടു കൂടിയ തേരും കുതിരകളോടും കൂടിയിട്ടുള്ള ആ രഥം മുഴുവൻ, അതായത് ഇങ്ങനെ ദാരുകൻ പറഞ്ഞു നിൽക്കുമ്പോൾ ഗരുഡൻ കൊടിയടയാളായിട്ടുള്ള ഭഗവാന്റെ രഥം ദാരുകൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ, ദാരുകൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ കുതിരകളോടും കൊടിമരത്തോടും കൂടി ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർന്ന് മറഞ്ഞു. ആ രഥം അങ്ങോട്ട്, ഇത്ര കാലം ഭഗവാൻ ഉപയോഗിച്ച രഥം, ദാരുകൻ സാരഥിയായിട്ട് ഓടിച്ചിരുന്ന ആ രഥം ദാരുകൻ നോക്കി നിൽക്കുക ആകാശത്തേക്ക് പൊങ്ങി 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 അങ്ങോട്ട് പോയി എന്ന്. ഇതിബ്രുവതി സൂദേവൈ രഥോ ഗരുഡ ലാഞ്ചന ഖമുത്പപാത രാജേന്ദ്ര സാശ്വധ്വജ ഉദീക്ഷത. ഇനി നമുക്ക് തമന്വഗച്ഛൻ ദിവ്യാനി വിഷ്ണുപ്രഹരണാനി ച തേനാദി വിസ്മിതാത്മാനം സൂതമാഹ ജനാർദ്ദന. ഇനിയോ എന്താണ്? 45 ദിവ്യാനി, ദിവ്യങ്ങളായ വിഷ്ണു പ്രഹരണാനീച്ച, വൈഷ്ണവാസ്ത്രങ്ങളും തം, ആ രഥത്തിനെ അന്വഗച്ഛൻ, അതായത് ഭഗവാന്റെ ആയുധങ്ങളും ആ രഥത്തിൻ്റെ പിന്നാലെ പോയി. തേന, ആയതിനാൽ, അതിവിസ്മിതാത്മാനം, വളരെ അത്ഭുതപ്പെട്ട സൂതം ആ ദാരുകനെ നോക്കി ജനാർദ്ദന, ശ്രീകൃഷ്ണ ഭഗവാൻ ആഹാ പറഞ്ഞു. ആ രഥം പോയതിൻ്റെ പിന്നാലെ ഭഗവാന്റെ ആയുധങ്ങളും പോയി. അതൊക്കെ കണ്ട് അത്ഭുതപരാന്തരനായിട്ട് നിൽക്കണ ഈ ദാരുകനോട് ഭഗവാൻ പറയാണ്, ഭഗവാൻ ഇനി പറയണതാണ് കേട്ടോ. ഗച്ഛദ്വാരവതീം സൂത ജ്ഞാതീനാം നിധനം മിഥ സംഘർഷണസ്യ നിര്യാണം ബന്ധുഭ്യോ ബ്രൂഹി മദ്ദശാം. പറഞ്ഞാണ് ആര്? ദാരുകനോട്. സൂത, ഹേ ദാരുക, ദ്വാരവതിം, ദ്വാരകയ്ക്ക് ഗച്ഛ, ചെല്ലുക, ജ്ഞാതീനാം, അതായത് ബന്ധുക്കൾക്കൊക്കെ, ജ്ഞാതീനാം മിഥ നിധനം, ബന്ധുക്കളൊക്കെ തമ്മിൽ തല്ലി മരിച്ച വിവരവും, എല്ലാ യാദവന്മാരും മരിച്ചുപോയി. സംഘർഷണസ നിര്യാണം, ബലരാമൻ
പോയ ബലരാമൻ്റെ നിര്യാണത്തെ പറ്റിയും മദ്ദശാം ഞാനും പോവാൻ ഭാവിക്കുകയാണല്ലോ, അതിനെപ്പറ്റിയും ബന്ധുഭ്യ ഇനി ദ്വാരകയിലുള്ളവർക്ക് ബ്രൂഹി അവരോട് പോയി പറഞ്ഞാലും എന്ന് പറഞ്ഞു. ഹേ ദാരുക, വേഗം നീ ദ്വാരകയിലേക്ക് പോവൂ. എന്നിട്ട് ബന്ധുക്കളെ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചതും ബലരാമൻ്റെ സ്വർഗാരോഹണവും ദേഹത്യാഗവും എൻ്റെതാ ഈ അവസ്ഥയും ഞാനും പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ, ഞാനും പോവുകയാണ് എന്നുള്ള വിവരവും വേഗം അവിടെ ചെന്ന് പറയൂ. ഞാനും ഈ ദേഹം ത്യജിക്കാറായി, ആ വിവരം ചെന്ന് പറയൂ എന്ന് പറഞ്ഞു. ഗച്ഛദ്വാരവതീം സൂത ജ്ഞാതീനാം നിധനം മിഥ സംഘർഷണസ്യ നിര്യാണം ബന്ധുഭ്യോ ബ്രൂഹി മദ്ദശാം ദ്വാരകായാം ജനസ്ഥേയം ഭവദ്ഭിശ്ച സ്വബന്ധുഭി മയാ ത്യക്തം യദുപുരീം സമുദ്ര പ്ലാവയിഷ്യതി. ഒന്നും കൂടിയും പറയും. എന്തറിയോ? ഭവദ്ഭി നിങ്ങൾ, സുബന്ധുഭി അവരവരുടെ ബന്ധുക്കളെ കൂട്ടി ദ്വാരകായാം ദ്വാരകയിൽ സ്ഥേയം ഇനി ആരും ദ്വാരകയിൽ താമസിക്കരുത്. എന്താ വെച്ചാൽ മയാത്യക്താം എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട യദുപുരി ആ ദ്വാരകയെ സമുദ്ര പ്ലാവയിഷ്യതി. എന്നിട്ട് പറഞ്ഞു, ദാരുക പോയിട്ട് എല്ലാവരോടും സ്വന്തം ബന്ധുക്കളെയൊക്കെ കൂട്ടി എല്ലാവരോടും ഇപ്പം തന്നെ ദ്വാരക വിടാൻ പറയൂ. ഞാനില്ലാത്ത ദ്വാരക സമുദ്രം എടുക്കാൻ പോകുന്നു. അതായത് ദ്വാരകയെ സമുദ്രം മുക്കും. സമുദ്രം ഇപ്പോൾ ദ്വാരകയെ കൊണ്ടുപോകും. അതിനു മുമ്പ് എല്ലാവരോടും പോവാൻ പറയൂ. ദ്വാരകായാം നസ്ഥേയം അവിടെ താമസിക്കരുതെന്ന്. ഭവദ്ഭിശ്ച സ്വബന്ധുഭി ബന്ധുക്കളോടുകൂടി പോവൂ. മയാ ത്യക്ത്വം യദുപുരീം എന്നാൽ ത്യജിക്കപ്പെട്ട ഈ ദ്വാരക സമുദ്ര പ്ലാവയിഷ്യസി സമുദ്രം മുക്കും. 48 സ്വം സ്വം പരിഗ്രഹം സർവേ ആദായ പിതരൗ ച നഹ അർജുനേനാവിതാഹ സർവേ ഇന്ദ്രപ്രസ്ഥം ഗമിഷ്യഥ. സർവേ എല്ലാവരും സ്വം സ്വം പരിഗ്രഹം അവനവൻ്റെ സ്വന്തമായ ബന്ധുക്കളെയൊക്കെ കൂട്ടി, കുട്ടികളെയും പിതരൗച്ച തങ്ങളുടെ പിതാക്കളെയും ആദായ കൂട്ടിക്കൊണ്ട്, അതായത് ബന്ധുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് അർജുനനാൽ അവീതാഹ സർവൈ രക്ഷിക്കപ്പെട്ടവരായി എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഗമിഷ്യഥ പോകുവിൻ. എന്താ പറഞ്ഞേ? ദ്വാരകയിൽ താമസിക്കാൻ പാടില്ലേ പറഞ്ഞു, എങ്ങടെങ്കിലും പോകണ്ടേ? അപ്പോൾ പറഞ്ഞു എല്ലാവരും അവരവരുടെ കുടുംബാംഗങ്ങളോട് കൂടി പിന്നെ എൻ്റെ മാതാപിതാക്കളെയും കൂട്ടി എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ മാതാപിതാക്കളെയും കൂട്ടി അവിടെയുള്ള ബാക്കി ഉള്ള എല്ലാവരെയും കൂട്ടി അർജുനനാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട്, അർജുനനാൽ അതാണ് എന്ത് പിന്നെ അവീതാഹ എന്ന് പറഞ്ഞു, അർജുനനാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് എല്ലാവരും അർജുനൻ്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയാലും ദ്വാരക വിട്ടിട്ട് എല്ലാവരും എൻ്റെ മാതാപിതാക്കളെയും കൊണ്ടുപോകണം, ഇന്ദ്രപ്രസ്ഥത്തേക്ക് കൊണ്ടുപോയാലും സ്വം സ്വം പരിഗ്രഹം സർവേ ആദായ പിതരൗ ച നഹ നമ്മളെ എല്ലാവരുടെയും മാതാപിതാക്കന്മാരെയും അർജുനേനാവിതാഹ സർവേ ഇന്ദ്രപ്രസ്ഥം ഗമിഷ്യഥ എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാൻ. ത്വം തു മദ്ധർമ്മമാസ്ഥായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷകഃ മന്മായാരചനാമേതാം വിജ്ഞായോപശ്രമം വ്രജ. എന്താണ് പിന്നെ ത്വം തു ഹേ ദാരുക നീയോ മദ്ധർമ്മ എൻ്റെ ധർമ്മം ആസ്ഥായ അനുഷ്ഠിച്ച്, അതായത് ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ഉപേക്ഷക സർവം ഉപേക്ഷിച്ച് ജ്ഞാനനിഷ്ഠനായി ഇതിനെ മായാരചനാം എൻ്റെ മായയുടെ പ്രഭാവം എന്ന വിജ്ഞായ അറിഞ്ഞ് ഉപശമം വ്രജ. ഇതെന്താണ് ദാരുകനോട് പറഞ്ഞത്? ദാരുക അങ്ങ് ഈ ഭാഗവത ധർമ്മത്തെ തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭഗവത് ജ്ഞാനത്തിൽ ദൃഢമായി ബുദ്ധി ഉറപ്പിച്ച് നിസ്സംഗനായി ഇതെല്ലാം എൻ്റെ മായാവിലാസം മാത്രമായിരുന്നു എന്ന് അറിഞ്ഞ് ദുഃഖമില്ലാതെ ശാന്തനായിരിക്കൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ മായാവിലാസമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിൽ ബുദ്ധി ഉറപ്പിച്ച് ഭാഗവതധർമ്മം അനുഷ്ഠിച്ച് അങ്ങ് ശാന്തനായിരിക്കൂ. ത്വം തു മദ്ധർമ്മമാസ്ഥായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷക രചനാമേതാം വിജ്ഞായോപശമം വ്രജ. ഇനി അവസാനത്തെ ശ്ലോകം. ഇത്യുക്തസ്തം പരിക്രമ്യ നമസ്കൃത്യ പുനഃ
തത്പാദേ ശീർഷ്ണുപാധായ ദുർമനാഹ പ്രേയൗ പുരീം. ഇതി ഉക്ത, ഇപ്രകാരം പറയപ്പെട്ട തം അവനെ ഇപ്രകാരം പറയപ്പെട്ട ദാരുകൻ തം ചാൽ ഭഗവാനെ പരിക്രമ്യ, അങ്ങയെ എന്നർത്ഥം, അങ്ങയെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്ത പുനഃ വീണ്ടും വീണ്ടും നമസ്കൃത്യ തത് പാദോ ശീർഷം, അവരുടെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശിരസിൽ ഉപാധായ താങ്ങി, അതായത് തൻ്റെ ശിരസിൽ വെച്ചു ഭഗവാന്റെ കാല്. ദുർമനാഹ, വളരെ ദുഃഖത്തോടെ പുരീം, ദ്വാരകയ്ക്ക് പ്രേയവും ചെന്നു. ദാരുകൻ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാനെ പിന്നെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളെ ശിരസിൽ അമർത്തി വെച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഭഗവാൻ പറഞ്ഞ പോലെ ദുഃഖവിവശനായിട്ട് ദ്വാരകയിലേക്ക് പോയി എന്ന് പറഞ്ഞ് നമുക്കിന്ന് നിർത്താം, സമയമായി. ഇത്യുക്തസ്തം പരിക്രമ്യ നമസ്കൃത്യ പുനഃ തത്പാദൗ ശ്രീഷ്ണുപാധായ ദുർമനാഹ പ്രേയൗ പുരീം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ അല്ലേ 30-ാം അധ്യായം അല്ലേ സമാപ്തം എന്ന് പറഞ്ഞിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.